ഹലോ, ഞാനിന്നൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പപ്പടം വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. അതായത് നമ്മുടെ പപ്പടത്തിൻ്റെ രണ്ട് സൈഡിലുള്ളൊരു പൊടി നമ്മൾ കത്തി കൊണ്ട് കളഞ്ഞ് അത് നല്ല പെർഫെക്റ്റ് ആക്കി വെക്കുക. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് ആദ്യം നെയ്യ് കുറച്ചൊഴിച്ച് അതിലേക്ക് കാഷ്യൂവും അതേപോലെ തന്നെ കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ തേങ്ങയും നന്നായിട്ട് ഇട്ട് കൊടുത്ത് അതും അത്യാവശ്യം ഒരു ബ്രൗൺ കളറിങ് വന്നപ്പോഴേക്കും നമ്മൾ ഒരു 2 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏത്തപ്പഴവും ഇട്ട് കൊടുത്ത് ഒരല്പം ഏലക്കാപ്പൊടിയും ഇട്ടു. പിന്നെ പോരാത്തത് നമുക്ക് ആവശ്യത്തിന് വേണ്ട മധുരം, ഒത്തിരി ഓവർ മധുരമൊന്നും വേണ്ട, നമുക്ക് ലൈറ്റായിട്ടുള്ള കുറച്ച് മധുരവും ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏത്തപ്പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമ്മൾ പപ്പടം കയ്യിലെടുത്ത് അതിൻ്റെ അകത്ത് ഈ പഴവും ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു കയ്യിൽ ഇച്ചിരി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ ചുറ്റും വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ഒട്ടിക്കിട്ടാൻ പാടാണ്. സൈഡ് റൗണ്ട് അടിച്ച് നമ്മളൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒട്ടിക്കിട്ടൂല, ഇങ്ങോട്ട് വിട്ടുപോരും. അപ്പം ഇതേപോലെ ഇങ്ങനെ എടുത്ത് കയ്യിലൊരു അല്പം വെള്ളം എടുത്ത് ചുറ്റി ഇങ്ങനെ പപ്പടം റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി നനച്ച് നന്നായിട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഒട്ടിച്ചെടുത്ത് നമ്മൾ നല്ല ചൂട് എണ്ണ ആക്കിയിട്ട് ആ എണ്ണ ഒന്ന് സിമ്മിലേക്ക് ഗ്യാസ് ഒന്ന് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നിൽക്കുക. എന്നിട്ട് പപ്പടം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. നമുക്ക് 2 സൈഡും വേഗം നമുക്ക് മൊരിച്ചെടുക്കാം ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പപ്പടത്തിൻ്റെ ടേസ്റ്റും പിന്നെ അതിനകത്ത് തേങ്ങയും പഞ്ചസാരയും നെയ്യും ഒക്കെ വരുമ്പോൾ വേറൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും കമൻറ്റുകളും എല്ലാം വിടണം. എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. പുതിയൊരു ചാനലാണ്, എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.